വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. അവിടെ പങ്കെടുത്ത രാഹുൽ ഗാന്ധി സംസാരിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ്, രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുന്നത്. വോട്ടർമാരുടെ ചിത്രങ്ങൾ ദുരുപയോഗിച്ചു, വോട്ടർ പട്ടിക അദ്ദേഹം സ്വകാര്യത ലംഘിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? आपको स्टेट से कह रहा हूं, पूरे हिंदुस्तान में विधानसभा के चुनाव, लोकसभा के चुनाव चोरी किए जा रहे हैं। सब स्टेट से आपको कहने आए हैं कि हम इन्हें ये चुनाव चोरी नहीं करने देंगे और बिहार की जनता चोरी नहीं करने देगी। बात छुपी नहीं है और अब हम ये चोरी नहीं करने देंगे। और जहां भी ये चोरी हो रही है, चाहे बिहार में, चाहे महाराष्ट्र में, चाहे असम में, चाहे बंगाल में, हम इनकी चोरी। സ്വാതി പറയൂ, രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിലെ വിശദാംശങ്ങൾ. രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയായിരുന്നു ഇന്നത്തെയും പ്രസംഗം. തീർച്ചയായും മിനിഷ, ഇന്ന് ഇന്ത്യ ബ്ലോക്ക് ബീഹാറിൽ നടത്തിയിട്ടുള്ള റാലി, അല്ലെങ്കിൽ ബീഹാറിൽ തുടക്കമായിട്ടുള്ള റാലി കൃത്യമായും ഈ SIR പ്രക്രിയയിലെ പിഴവുകൾ ജനങ്ങളുമായി സംവദിക്കുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഏകദേശം 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്കാണ്, വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ ഈ റാലി തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയുമുണ്ട്. രാഹുൽ ഗാന്ധി ഉണ്ട്, RJDയുടെ നേതാക്കളുണ്ട്, തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള RJDയുടെ നേതാക്കളൊക്കെ തന്നെയും ഈ റാലിയുടെ ഭാഗമാവുന്നു. CPIMന്റെയും CPIMLന്റെയും നേതാക്കൾ ഈ റാലിയിൽ അണിനിരക്കുന്നുണ്ട്. ഇന്നും രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ്. ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ കൃത്യമായ ചോദ്യങ്ങൾക്ക് ഈ കമ്മീഷൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. BJP ജയിക്കുന്നതൊക്കെയും കള്ളവോട്ടുകൾ നേടിക്കൊണ്ടാണ്, ഡിജിറ്റൽ തെളിവുകൾ കമ്മീഷൻ നൽകുന്നില്ല. അതോടൊപ്പം ഈ റാലി ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള യുദ്ധമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. ബീഹാർ ജനത ഇനി വോട്ട് മോഷണം അനുവദിക്കില്ല എന്നുകൂടി അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വോട്ടുകൊള്ള ആരോപണം വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. കൃത്യമായ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം എന്ന നില തന്നെ റാലി മുന്നേറും. സെപ്റ്റംബർ 1 റാലി അവസാനിക്കുക. 38 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 13 ദിവസം നീണ്ടു നിൽക്കുന്ന റാലിയാണ്. ബീഹാറിലെ പാട്നയിലായിരിക്കും ഈ യോഗം, ഈ റാലി അവസാനിക്കുക. വിനിഷ, ശരി. ഏതായാലും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, എല്ലാ തെറ്റുകളെയും ന്യായീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം അല്പസമയം മുമ്പ് നടന്നത്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിക്ക് തുടക്കമായിരിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചതിലെ ക്രമക്കേടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയാണ് ഈ മഹാറാലി ലക്ഷ്യം വെക്കുന്നത്. സ്വാതി സന്തോഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.